പത്തരമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്നൊരു കിടിലൻ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവ്യാനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ. നമ്പർ അറിയാത്തതുകൊണ്ട് തന്നെ ആരാ ഈ വിളിക്കുന്നതെന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ടാണ് ദേവ്യാനി ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ ദേവ്യാനി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവ്യാനിയുടെ അടുത്ത് തിരിച്ച്. ശബ്ദം എനിക്ക് നല്ല പരിചിതമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ആരാണെന്ന് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ, ആഹാ നീ നല്ല ആളാണ്, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ദേവ്യാനി വീണ്ടും പറയുകയാണേ. എടി ഞാൻ സിതാരയാണെന്ന് പറയണേ. സിതാരെ നീയോ? നിൻ്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതെ അതെ നീ ഞങ്ങളെയൊക്കെ മറന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്നെ മറക്കാനോ? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്തോ എനിക്ക് പെട്ടെന്ന് നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായില്ല സിതാരെ. എന്തെല്ലാം വിശേഷം? നീ ഇപ്പോൾ എവിടെയാ? ഞാനിതാ നാട്ടിലെത്തിയിട്ടുണ്ട്. നിൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറയുമ്പോൾ, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാമെന്ന് പറയുകയാണേ. ഒന്നുമല്ല, എൻ്റെ മോൻ്റെ കല്യാണമാണ് വരാൻ വേണ്ടി പോകുന്നത്, അതിന് നിന്നെ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയാണ് കേട്ടോ. അതെയോ? നീ ഫോണിലൂടെയാണോ എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് ദേവ്യാനി ചോദിക്കുന്ന സമയത്ത്, ഒരിക്കലും അല്ല, നിന്നെ ഒന്ന് വിളിച്ച് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ അനന്തപുരിയിലേക്ക് നേരിട്ട് വരുന്നുണ്ട് നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് നീ വരുന്നത്? പെട്ടെന്ന് തന്നെ വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിളിച്ചത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ, നീ ഇപ്പോഴാണോടി എന്നിട്ട് വിളിക്കുന്നത്? ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണ്ടേ? എന്നാൽ മാത്രമല്ലേ എനിക്ക് എന്തെങ്കിലും ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർപ്രൈസിൻ്റെ ത്രില്ല് അങ്ങ് പോവില്ലേ, അതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത്. എന്തായാലും നീ പെട്ടെന്ന് പാടി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേവ്യാനി ഫോൺ വെക്കുകയാണേ. ഉടനെ നേരെ ചെന്നിട്ട് നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, വായ വയ്ക്കാൻ കൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്താ അമ്മേ, ഞാൻ ഇത്രയും കാലം അങ്ങനെ തന്നെയല്ലോ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, വരുന്ന ആൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ആളാണ്, എൻ്റെ ഫ്രണ്ടാണ്. അവൾ സാധാരണക്കാരിയൊന്നുമല്ല, നിന്നെപ്പോലെ ഇവിടെ നാട്ടിൽ ജീവിക്കുന്നവളുമല്ല, അങ്ങ് UK നിന്ന് വരുന്നവളാണ്. അവൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ, ആണോ അമ്മേ, എന്തായാലും ഞാൻ ഉണ്ടാക്കാം എന്ന് പറയാണ് കേട്ടോ. പായസം ഉണ്ടാക്കാൻ പ്രത്യേകം മറക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇല്ല അമ്മേ എല്ലാം റെഡിയാക്കി വെക്കുക എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നോക്കണം, അവൾ ഇവിടെ എത്താറായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. ആണോ അമ്മേ, ശരി അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. നേരെ ദേവ്യാനി ചെന്നിട്ട് ജയൻ്റെ അടുത്തും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. സിതാര വരുന്നുണ്ട് ജയേട്ടാ, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചില്ലേ ആ സിതാര, അവളുടെ മകൻ്റെ കല്യാണമാണ് പോലും, എന്നെ ക്ഷണിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പം വിളിച്ചതേ ഉള്ളൂ, അവൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞതെന്നൊക്കെ പറയണേ. ആണോ? സന്തോഷകരമായിട്ടുള്ള കാര്യമാണല്ലോ. അത് ചേട്ടാ, എനിക്ക് സന്തോഷം കൊണ്ട് ആകെ എന്തൊക്കെയോ ആവുന്നുണ്ട്. അവളെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളെ കാണാനെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ദേവ്യാനി ഫ്രണ്ട് തന്നെ നിൽക്കുവാണ്, അവൾ വരുന്നതും കാത്തിട്ടെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സിതാര ഇറങ്ങി വരുന്നത്. ദേവ്യാനി ആരെയോ കാത്തു നിൽക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് ജലജയും അതുപോലെ അനാമികയുടെ അമ്മയും ഉണ്ട് കേട്ടോ. 3 പേരും കൂടി ഇതിപ്പോൾ ആരെ കാത്തു നിൽക്കുക എന്നുള്ള രീതിയിൽ പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് വരുന്ന ആളെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജലജയെ ആ വരുന്നത് ആരാ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത്, അറിയില്ല, ഒരുപക്ഷെ ഏട്ടത്തിയുടെ ഫ്രണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയണേ. ഓ അതാണോ, കണ്ടിട്ട് കുറച്ച് ഗെറ്റപ്പുള്ള ഒരാളെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ, പിന്നെ അത് ഏട്ടത്തിയുടെ ഫ്രണ്ടല്ലേ, ഏട്ടത്തി നല്ല ഹൈ ടോപ്പ് ടീമിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഫ്രണ്ട്സും അതേ നിലവാരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്ന് പറയണേ. അപ്പോൾ ഇവർക്കൊരു ചെറിയൊരു കൊള്ളുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിൽ, കാരണം സ്വന്തം നിലവാരം എന്താണെന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെ സിതാര ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ അനാമികയെ കാണുമ്പോൾ, ഇതാണോ നിൻ്റെ മരുമകളെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ദേവ്യാനി ഒന്ന് മുഖം ചുളിക്കുന്നുണ്ടെങ്കിലും, അതെ ഇവൾ തന്നെയാണ് എൻ്റെ മരുമകളെന്ന് പറയുകയാണേ. ഓഹോ, ആദർശിൻ്റെ ഭാര്യ ഇതാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല ആദർശിൻ്റെ ഭാര്യയല്ല, ഇത് അനിയുടെ ഭാര്യയാണ്. ആഹാ, ജാനകിയുടെ മകൻ്റെ ഭാര്യ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും ജാനകി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് എല്ലാവരെക്കുറിച്ചും അറിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ദേവ്യാനി അതൊക്കെ ഇരിക്കട്ടെ, ഇത് ആരാന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, ഇവളുടെ പേര് സിതാര, ഇവൾ UK സെറ്റിൽഡാണ്, ഇപ്പോൾ അവളുടെ മകൻ്റെ കല്യാണമാണ്, കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണേ. അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി ഇരുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ നയന അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നയനയെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ സിതാര ചോദിക്കുന്നുണ്ട്, ഇതാരാ എന്നുള്ള കാര്യം. ഇതാണ് ആദർശിൻ്റെ ഭാര്യ എന്ന് ജലജ പറയാണ്. അപ്പോഴേക്കും ദേവ്യാനിയുടെ മുഖമൊക്കെ ഒന്ന് ചുളിയുന്നുണ്ട് കേട്ടോ. ആഹാ, മോളുടെ പേരെന്താ? നയന എന്ന് പറയുന്നുണ്ടേ.
അങ്ങനെ വെള്ളം താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കുടിച്ച് ഗ്ലാസ്സൊക്കെ തിരിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മോള് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പിന്നെ നമ്മുടെ കമ്പനിയിലേക്ക് വേണ്ടി കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയണേ. ആഹാ, മോള് നന്നായിട്ട് വരയ്ക്കുമെന്ന് ചോദിക്കുകയാണേ. കുഴപ്പമില്ലാതെ വരയ്ക്കും, അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം ദേവയാനി പറയുമ്പോൾ അതെന്താ ദേവയാനി നീ അങ്ങനെ പറഞ്ഞത്? കുഴപ്പമില്ലാതെ വരയ്ക്കുന്ന ഒരാൾക്ക് എന്തായാലും മൂർത്തീസ് ജ്വല്ലറിൻ്റെ ഡിസൈൻ ഒന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളാണ് മൂർത്തീസ് ജ്വല്ലറീസിൻ്റെ ഒരുപാട് ഡിസൈൻ വരച്ചു കൊടുത്തത്. ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ഇവളുടെ ഡിസൈന് അപ്രൂവൽ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ഓഹോ, വെരി ഗുഡ് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ദേവിയൻ്റെ ടോപ്പിക്ക് മാറ്റാൻ നോക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് സിതാരെ വിശേഷങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കെന്ത് വിശേഷം, ഇവിടെ എന്തൊക്കെയാണ് വിശേഷം എന്ന് തിരിച്ച് സിതാര ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ അനാമികയുടെ ഫേസ് ഭയങ്കര കണ്ട് പരിചയമുള്ളൊരു മുഖം പോലെ തോന്നുകയാണ് കേട്ടോ. അനാമികയുടെ മാത്രമല്ല അനാമികയുടെ അമ്മയുടെയും. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ UK മറ്റോ ആയിരുന്നോ എന്നുള്ള കാര്യത്തിൽ ചോദിക്കുമ്പോൾ അതെ, ഞങ്ങൾ പണ്ട് UK സെറ്റിൽഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനാമികയും അമ്മയും കൂടി തള്ളുന്നുണ്ട് കേട്ടോ. എന്തോ എനിക്ക് എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ തോന്നുന്നു എന്നുള്ള കാര്യം പറയണേ. ഒരുപക്ഷെ ആൾക്കാരെ പോലെ തന്നെ 7 ആൾക്കാരുണ്ടെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് നീ കണ്ടതായിരിക്കും സിതാരെ, നിനക്ക് അങ്ങനെ തോന്നുമായിരിക്കും എന്നൊക്കെ പറയണം കേട്ടോ. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സിതാര തൽക്കാലത്തേക്ക് ആ കാര്യം അങ്ങ് വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നിട്ട് സിതാരയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നയന വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് സിതാര കഴിക്കുന്ന സമയത്ത് ഓരോരോ ഫുഡിനെ കുറിച്ചിട്ടും അതിഗംഭീരമായിട്ട് നല്ല അഭിപ്രായം പറയണം കേട്ടോ. ഇത് ആരുണ്ടാക്കിയതെന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുമ്പോൾ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നയനമോളാണ്. ആര് വന്നാലും അവളാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല മോളെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അത്രയ്ക്കൊന്നുമില്ല, അത് നീ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വന്നതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം നന്നായിട്ട് തോന്നുമായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയണേ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി എന്താണെന്നറിയില്ല, അവളുടെ മരുമകളുടെ കാര്യത്തിൽ ഇപ്പോഴും അവൾക്ക് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. മരുമകളുണ്ടാക്കുന്ന നല്ല ഭക്ഷണം അംഗീകരിക്കാൻ അമ്മായിമ്മയ്ക്ക് ഇച്ചിരി മടിയാണെന്നുള്ള കാര്യം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവയാനി പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല, നിനക്ക് കിട്ടിയത് ഒരു അടിപൊളി മരുമോള് തന്നെയാണ് കേട്ടോ എന്നുള്ള കാര്യം പറയുമ്പോൾ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് നീ എന്തൊക്കെയോ പറയായിരുന്നല്ലോ, ആ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നേരിൽ കണ്ടപ്പോൾ നീ പറഞ്ഞതൊന്നും അത്ര ഡൈജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ദേവേൻ്റെ അടുത്ത് പറയുമ്പോൾ നേരിട്ട് ഒരാളെ കാണുമ്പോഴേക്കും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതൊന്നും നയനയുടെ മുമ്പെന്നല്ല കേട്ടോ. അവർ കൈ കഴുകാൻ വേണ്ടി പോകുമ്പോൾ ദേവേൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ നിനക്കും ആ സ്വഭാവം മനസ്സിലാവുമെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലടി, ചിലവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും, അതിന് ഒരുപാട് നാളുകളുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ. എന്നാൽ നിനക്ക് തെറ്റിപ്പറ്റി കാണും സിതാര എന്നുള്ള കാര്യമാണ് ദേവയാനി പറയുന്നത്. അത് കഴിഞ്ഞ് ദേവയാനി ചോദിക്കുന്നുണ്ട്, ആ അനാമിക അവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് തന്നെയല്ലേ നീ നേരത്തെയും പറഞ്ഞത്? അതെ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ അച്ഛൻ്റെ പേര് വേണു എന്നോ ആണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതെ, നിനക്കെങ്ങനെയാണ് അവരെ അറിയുന്നത്? ഇവർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണോ എനിക്ക് കല്യാണം കഴിച്ചു കൊടുത്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ നല്ല കുടുംബക്കാരാണ്, ഞങ്ങളുടെ കുടുംബത്തിന് ചേരുന്ന കുടുംബക്കാർ, പണത്തിനോ ഒന്നിനും ഒരു കുറവുമില്ല, എല്ലാ രീതിയിലും അനന്തപുരിക്ക് ചേർന്ന ബന്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദേവയാനി നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവള് നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരാളൊന്നുമല്ല. ഇവളുടെ അച്ഛനെന്ന് പറയുന്നത് പക്ക ഫ്രോഡാണ്, പണം തട്ടിപ്പാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി. ഇയാൾക്ക് എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി പാളീസായി എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ആളുണ്ട്, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇവർ പക്ക ഫ്രോഡുകളാണ് എന്നും പല പല വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ട് അത് തൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പറ്റിക്കുന്നു, അതുപോലെ പണം മേടിക്കുന്നു, ഓരോരോ കള്ളത്തരങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ദേവയാനി എനിക്കറിയാൻ വേണ്ടി സാധിച്ചതെന്ന് പറയുമ്പോൾ സിതാരി നിനക്ക് തെറ്റ് പറ്റിയതായിരിക്കും, അനാമികയുടെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അല്ല എന്ന് പറയുമ്പോൾ ഇല്ല ദേവയാനി, എനിക്കൊരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതമുള്ള എല്ലാ ഡീറ്റെയിൽസും അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അനാമികയെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുകയാണേ. ഇത് കേട്ടിട്ട് നമ്മുടെ ദേവയാനി ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ.
കൂടെ പഠിച്ച സിത്താര ഒരിക്കലും തന്നെ ചതിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യം ദേവയാനിക്കറിയാം. പക്ഷേ അനാമികയുടെ കാര്യം ദേവയാനിക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ തെളിവുകളെല്ലാം കയ്യിലുള്ള സ്ഥിതിക്ക് ദേവയാനിക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വരികയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അനന്തപുരിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ അത്യുഗ്രൻ എപ്പിസോഡുകളാണ്. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്